ഹലോ ഗൈസ്, റിഷ് ബ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത് മോച്ചയല്ലോ. എന്താണ് അവസ്ഥ പറയും? സമയങ്ങളുടെ വെയിറ്റേക്ക് 11:06 തൃശ്ശൂർക്ക് എത്തണം. ഏകദേശം 1 മണിക്കൂർ. 11:06 എങ്ങനെ എത്താനാണ്? ന്യൂ ഇയറിന്റെ പരിപാടി ആരപ്പത്തില് വല വന്നിട്ടുള്ളത്? എൻ്റെ ഒരു ലൈഫിൽ ഇമ്മാതിരി ഒരു വലയും വാഴ ഞാൻ ജീവിച്ച് കണ്ടിട്ടില്ല. എൻ്റെ കൂട്ടുകാരൻ അതിലേക്ക് ഭയങ്കര വിഷമം. പേര് പറയും. പിൻഷാറ്. പിന്നെ ഈ ടൈമിലേക്ക് എന്തൊക്കെ വേറെ തോന്നുന്നുണ്ട്, ഒന്നും പറയാൻ. ഹാപ്പി ന്യൂ ഇയർ. ആയിട്ടില്ല, ടൈം ആവറുള്ളൂ. 11:06. അന്നെപ്പോലെ ഒരു വല മോനെ ജീവിതത്തില്ലട്ടാ. റോട്ടിക്ക വീടിന്റെ അപ്പുറത്തുണ്ട് നട്ടിപ്പോ റോട്ടിലായ അപ്പൊ കാഴ്ച റോട്ടിലെത്തിയിട്ടുണ്ടോ? റോട്ടിക്ക് വരാൻ പറഞ്ഞ റോട്ടിൽ എന്തുദ്ദേശിക്കണ ഫോൺ പിടിച്ച എല്ലാ പ്ലാനോട് പോയിട്ട് ഇങ്ങോട്ട് വന്നു. അതെന്താ ഇവിടെ നൂറ് ശോഭയുടെ അവിടെ എത്തിയില്ല. ശോഭ നമ്മളിവിടെ പരിപാടി അനുസരിച്ചതിൻ്റെ അവസ്ഥ. അപ്പോഴും പറയും ഇവന്റെ ഈ കഴപ്പ് കണ്ടപ്പോഴേ മനസ്സിലായില്ലേ മൂഞ്ചി തുടങ്ങിയില്ലേ വരവ് കഷ്ടപ്പെട്ടിട്ട് 11:45 എത്തി. പിന്നെ അവിടെ നശിപ്പിച്ച 20 മിനിറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഇവൻ നശിപ്പിച്ച് 20 മിനിറ്റ് ഉണ്ടെങ്കിൽ പരിപാടി ഉണ്ടായിരുന്നു. അതെ എല്ലാവരും പരിപാടി കഴിഞ്ഞ് പോണ് ഗൈസ്. ആ ചങ്ങായിമാരെ അവിടെ എടുത്ത് എല്ലാവരും പരിപാടി കഴിഞ്ഞ് പോണ് ഗൈസ്. എല്ലാവരും പരിപാടി കഴിഞ്ഞ് പോകുന്നു. ഹാപ്പി ന്യൂ ഇയർ. ഹാപ്പി ന്യൂ ഇയർ ആയിട്ടില്ല, 48 ആയിട്ടുള്ളൂ. നമ്മൾ പരിപാടി കണ്ടു കഴിഞ്ഞു ഗൈസ്. അടിപൊളി പരിപാടി ഉണ്ട്. സാന്റാ ക്ലോസിനെ പറപ്പിച്ച് പട്ടക്കം പൊട്ടിച്ച് നേരെ പോട്ടെ. അമ്പലത്തിലൊക്കെ പരിപാടി പോകും. അമ്പലത്തിലൊക്കെ പരിപാടി വണ്ടി അപ്പൊ നമ്മള് ഞാൻ പറഞ്ഞില്ലേ നമ്മൾ പരിപാടി ചെയ്യും. എന്തൊക്കെയുണ്ട് അവിടെ അമ്പലത്തിൽ? എന്തൊക്കെയാ പരിപാടി ഉണ്ട്? കാരണം ഗായ്സ് അപ്പോ എന്തേലൊക്കെ നമ്മളൊക്കെ ഉണ്ട്. വേറെ കാര്യം ഉയർപ്പാവുന്നുണ്ട്. ഓളിച്ചോ. ഓക്കെ ഹാപ്പി ന്യൂ ഇയർ. Allah.
ന്യൂ ഇയർ ഇപ്പൊ സൈഡിലായിരുന്നു. ഇയാളെ 2 ദിവസം മുന്നേ കണ്ണ് ഇൻസ്റ്റാഗ്രാം യൂസറിനെ കാണിക്കണേ. അതെന്താ ഇൻസ്റ്റാഗ്രാം യൂസറിനൊക്കെ എൻ്റെ അടുത്ത് ചോദിച്ചു. ഞാൻ പറഞ്ഞില്ല പച്ചവളൊക്കെ തേച്ച് ഒട്ടിച്ച് ബ്ലോക്ക് ചെയ്ത് പോയി, അതാണ് ഇങ്ങനെ പറഞ്ഞു. അപ്പോൾ ആ ഭക്ഷണത്തിലാണ് ജിമ്മിലൊക്കെ പോയത്. അതല്ല എന്നാലും ഇപ്പൊ അതിനാണ് മെയിനായിട്ട് ഇറക്കിട്ടത്. ഇവിടെ എന്താ പരിപാടി, എന്താ പരിപാടി അറിയില്ല. ഇത് തൃശ്ശൂർ പോകുന്നുണ്ട്. നല്ല കുറെ ആൾക്കാരുണ്ട്, എന്താ പരിപാടി അറിയില്ല. ഗൈസ് അമ്പത്താറ് 11:56. എന്താ പരിപാടി ഇവിടെ? എന്താ ലൈറ്റ് ഒക്കെ കത്തിക്കുന്നുണ്ട് അമ്പലത്തില്. തിരക്ക് എറണാകുളത്ത് പോലെ ഇത്ര തിരക്കുണ്ടാവില്ല എന്നാണ് പറയണത്. ഋഷാക്ക ഇനി 2 മിനിറ്റ് കൂടെയുള്ള ന്യൂ ഇയറിൽ ഈ വർഷത്തിൽ ഇനി താങ്കൾക്ക് എന്താണ് പറയാനുള്ളത്? നല്ലൊരു വർഷം എല്ലാവർക്കും നേരുന്നു. സമാധാനവും അല്ല, ഈ 2024 കുറിച്ചിട്ട് എന്താണ് താങ്കളുടെ അഭിപ്രായം? നല്ലൊരു വർഷമായിരുന്നു. ബെസ്റ്റ് ഇയർ ആയിരുന്നു. ഹാപ്പിയാണ്. റേസർ ഒന്നും കൂടെ പറയണ്ട, പറഞ്ഞാ കൊറേ ഉണ്ട് നമുക്കറിയാം. ആജിബാക്ക് പിന്നെ ടോട്ടലി ഒരു 3 വർഷമാണ്. സ്ത്രീധനം കിട്ടുന്ന വീട്ടിൽ നിന്ന് ഒരു പെണ്ണിട്ടണം. അതല്ല എന്റെ ലൈഫിലുണ്ടല്ല മറക്കാനാവാത്ത ഇയറാണ്. അതെ അതെ, സംഭവം എല്ലാം ഒരുമിച്ച് ഓരോ പൊട്ടൽ കൊണ്ട് ദുരന്തായ ഒരു ഇയറാണ്. പക്ഷെ എനിക്ക് അത് എന്താ അറിയില്ല, ഏറ്റവും നല്ലൊരു ബെസ്റ്റ് ഇയർ ആയിട്ടാണ്. എന്താണ് 59 വെറുതെ ഹാപ്പി ന്യൂ ഇയർ. ഹാപ്പി ന്യൂ ഇയർ പറയും. ഹാപ്പി ന്യൂ ഇയർ ഗൈസ്. തൃശ്ശൂരാണത്. പരിപാടിക്ക് ഞങ്ങൾക്ക് എന്തായാലും ടിക്കറ്റും കിട്ടിയില്ല, പരിപാടിക്ക് പോകാനും പറ്റില്ല. പക്ഷെ നമ്മുടെ സിഗ്മ ബിനു.
2025 എത്തിയിട്ടും ആർക്കാണ് ഫസ്റ്റ് കോൾ നോക്കട്ടെ കോൾ നോക്കട്ടെ കാണിക്ക് ആരാ നോക്കട്ടെ. അപ്പോൾ ഗൈസ് നമ്മുടെ ന്യൂ ഇയർ ആഘോഷങ്ങളൊക്കെ ഇതാണ്. ന്യൂ ഇയർ ആഘോഷിക്കാൻ തൃശ്ശൂർ വന്നിട്ടുള്ളവർ അല്ലെങ്കിൽ തൃശ്ശൂർ ഉണ്ടായിരുന്നവർ എന്തൊക്കെയായിരുന്നു അനുഭവങ്ങളെന്ന് പറയാം. ഒരുപാട് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ എന്താ പറയുക, ന്യൂ ഇയർ 12 മണി ആകുമ്പോഴത്തേനും അവിടെ ന്യൂ ഇയർ ആഘോഷങ്ങളൊക്കെ 11:30ക്കും 11:15 കഴിയുന്നതാണ് അറിയണത്. അപ്പോൾ എന്തൊക്കെ അനുഭവങ്ങളാണ് ഉണ്ടായിരുന്നുള്ളത് നിങ്ങളെന്തായാലും കമൻറ്റിൽ അറിയിക്കുക. ഓക്കെ, ശരി, ബൈ. അടുത്ത വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ഗുഡ് ബൈ.